പ്രേക്ഷകർക്കും സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലേക്ക് സ്വാഗതം. വസ്തുതകളുടെ നിജസ്ഥിതി മുടിനാരിഴ കീറി പരിശോധിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് വിശകലന വിധേയമാക്കാൻ പോകുന്നത് കടൽക്കാക്കകൾ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ താരരാജാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സരോജ് കുമാർ ഒരു പുതുമുഖ നടനെ ആക്രമിച്ച സംഭവമാണ്. ഇപ്പോൾ നിജസ്ഥിതി സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയുമായി പങ്കുവയ്ക്കുവാൻ ആരോപണ വിധേയനായ സാക്ഷാൽ സരോജ് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഹലോ മിസ്റ്റർ സരോജ് കുമാർ. ഹലോ, മെഗാസ്റ്റാർ സരോജ് കുമാറാണ്. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ്. ചതിയന്മാരാണ് നിങ്ങൾ. ആരെ ചതിച്ചും നിങ്ങൾ വാർത്തയുണ്ടാക്കും. രോഗിയായത് കാരണം 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്ന പാവങ്ങളുടെ നേതാവും തടവും പുള്ളിയുമായ മനുഷ്യനെ നിങ്ങൾ ചതിച്ചു. എന്റെ അടുത്ത് ആ പണി നടക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഈ ക്ലിപ്പിംഗ്? എടോ സഹോദരി, എന്റെ പുതിയ സിനിമയിലെ ഒരു സീനാണത്. ഞങ്ങൾ രണ്ടുപേരും കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ചു നിൽക്കുന്നത് മണ്ടശിരോമണികളായ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? പ്ലീസ് മിസ്റ്റർ സരോജ് കുമാർ, ലോകമെങ്ങും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നൊരു പരിപാടിയാണിത്. കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കണം. സൗകര്യപ്പെടില്ല. മലയാളികൾ നന്നാവാത്തത് വെറുതെ അല്ല. പ്ലീസ് മിസ്റ്റർ സരോജ് കുമാർ, ദയവായി ലൈനിൽ തുടരുക. ഞാൻ തിരിച്ചെത്താം. ഇയാള് തിരിച്ചെത്തണ്ട. പോയത് എവിടെയാന്ന് വെച്ചാൽ അവിടെ തന്നെ അങ്ങ് നിന്നാ മതി. അദ്ദേഹം വല്ലാതെ പ്രകോപിതനായതായി തോന്നുന്നു. തല്ലിയത് സിനിമയിലെ ഒരു സീനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലെ ഇന്നത്തെ ഈ ചർച്ച വെറുതെ ആകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തായാലും കടൽക്കാക്കകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകനും തല്ല് സംഭവത്തിന്റെ ദൃക്സാക്ഷിയുമായ ശ്രീ അലക്സ് സാമുവൽ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. ശ്രീ അലക്സ് സാമുവൽ, ശ്രീ സരോജ് കുമാർ പറഞ്ഞതുപോലെ താങ്കളുടെ സിനിമയിലെ ഒരു രംഗമാണോ ഇത്? അല്ല. പിന്നെ? നിവൃത്തിയേട് കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആവേണ്ടി വന്നയാളാണ് ശ്യാം. അതാണ് അയാൾ ചെയ്ത കുറ്റം. തന്നെ പോലൊരു താരത്തിനോടൊപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സംഭാഷണമൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നത് മിസ്റ്റർ സരോജ് കുമാർ ഇഷ്ടപ്പെട്ടില്ല. മറ്റു കാരണങ്ങളുണ്ടാക്കി മനഃപൂർവ്വം അദ്ദേഹം ശ്യാമിനെ തല്ലുകയായിരുന്നു. ഓഹോ, അപ്പോ മിസ്റ്റർ സരോജ് കുമാർ പച്ചക്കള്ളം പറയുകയായിരുന്നോ? മിസ്റ്റർ സരോജ് കുമാർ, താങ്കൾ ലൈനിലുണ്ടല്ലോ. മിസ്റ്റർ അലക്സ് സാമുവൽ പറയുന്നത് കേട്ടില്ലേ? എന്താണ് താങ്കളുടെ പ്രതികരണം? പച്ചക്കള്ളം പറഞ്ഞത് ഞാനല്ല, അവിടെ ഇരിക്കുന്ന പരട്ട ചെക്കനാ. അവൻ ആര്? ഹരിശ്ചന്ദ്രനോ? ഇങ്ങനെ ഒരു നാറിയുടെ പടത്തിൽ ഞാനിനി അഭിനയിക്കില്ല. ഒരു കാര്യം കൂടി പറയാം, ഇനി അവൻ മലയാള സിനിമ സംവിധാനം ചെയ്യില്ല. അദ്ദേഹം ഇതിലും മോശമായ ഭാഷയിൽ സംസാരിക്കാൻ ഇടയുള്ളതുകൊണ്ട് ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഏതായാലും മലയാള സിനിമയുടെ താരാധിപത്യത്തിന്റെയും സാംസ്കാരിക ജീർണതയുടെയും മറ്റൊരു മുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന ഈ സംഭവം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ ചർച്ചകളും അഭിപ്രായങ്ങളുമായി വീണ്ടും തിരിച്ചെത്താം. ഇടവേള. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറച്ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം പാസ്. ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പൊ നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ. അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ? പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല, അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യയൊന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ. ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ കീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ 3/4 പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ ഗീറുവാണോ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ.
വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തിന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക തന്നെയായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാൽ വിട്ടി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലും ലൂധിയാനയിലും ഓരോരുത്തന്റെ കാല് തക്കാൻ നടന്നത് ഈ ഞാനാ. അതൊന്നും താൻ മറക്കണ്ട. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ തേണ്ടി. നീ ഇറങ്ങി പോടാ. എന്റെ അമ്മേ! പിടിക്കവനെ, പിടിങ്കോ, പിടിങ്കോ. அந்த திருடனை பிடிங்கோ, அந்த கோமாளி பிடிங்கோ. யாராவது பிடிங்கோ. സരോജ, പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. വെടിവെക്കല്ലേ, ഇനിയെങ്കിലും വെടിവെക്കല്ലേ. കൊല്ലൂടാ ഞാൻ നിന്നെ. കൊല്ലൂടാ ഞാൻ നിന്നെ. സാർ, ചുറ്റുടാക്കി സാർ, സാർ. ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിയിലെ മാതിരി വേദന ശമിപ്പിക്കാൻ പെയിൻകില്ലറോ ബോധം കെടുത്തോ ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദമാണല്ലോ, എളുപ്പം കിറങ്ങിയാണ്. ശുംഭൻ ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കരുത്, വെടിവെക്കല്ലേ. നിർത്തോ. ആരാ ഇല വെടിവെച്ചേ? അല്ല, പെട്ടെന്ന് ഞാൻ എന്തോ ഓർമ്മിച്ച്. രോഗി ഭയചകിതനുമാണ്. ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടിവരുന്നാ തോന്നണം. മിസ്റ്റർ പച്ചാളംബാസി ആ റൂമിലുണ്ട്. താങ്ക് യു. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അലക്സ് ആയിരുന്നോ? വാ. വേദനയ്ക്ക് കുറവുണ്ടോ സാർ? അടി കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഇത്രയും വേദനയില്ലായിരുന്നു. അതുപോട്ടെ, അലക്സിന്റെ പടം റിലീസായിട്ട് എങ്ങനെയുണ്ട്? ആളുകൾക്ക് വളരെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഭാഗ്യം, ഇപ്പൊ എന്റെ വേദന പകുതി കുറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ അടിയും ഇല്ല, പിടിയും ഇല്ല, ഉള്ളി വെടി. തോക്കെടുത്ത് തന്നെ അവൻ വെടിവെച്ച് അലക്സെ. ഞാൻ മതിലിയാടി. അവിടെയാണ് യഥാർത്ഥ അടി നടന്നത്. മതിലിയാടി ഞാൻ ചെന്ന് വീണത് കുളിച്ചോണ്ട് ഒരു തമിഴത്തിയുടെ ദേഹത്തായിരുന്നു. അവളുടെ ഭർത്താവ് ഏഴിമല, അവനൊരു 9 മലയുടെ വണ്ണം കാണും. ഇടിയോടിടി. അപ്പൊ എനിക്ക് തോന്നി അതിനേക്കാളും ഭേദം ആ രാജപ്പൻ തൻ്റെ വെടികൊണ്ട് ചാവുന്നതായിരുന്നെന്ന്. പക്ഷേ ഏഴിമല സ്നേഹമുള്ളവനാ കേട്ടോ. ഇടികൊണ്ട് ഞാൻ ഊർദ്ധശ്വാസം വലിച്ചോണ്ടിരുന്നപ്പോ അവൻ തന്നെ എന്നെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. വെടിവെക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? അതൊക്കെ പിന്നെ പറയാം. ഒന്ന് മാത്രം ഇപ്പൊ പറയാം. രാജപ്പന്റെ കഷ്ടകാലം തുടങ്ങി. ഏതായാലും കടൽക്കാക്ക ശവക്കാക്കയായി. പക്ഷെ തോറ്റു കൊടുക്കാൻ ഈ പച്ചാളംബാസി തയ്യാറല്ല. ഈ താരക്കിഴങ്ങന്മാരാരുമില്ലാത്ത ഒരു പടം അലക്സ് മോൻ എനിക്ക് ചെയ്തു തരണം. മുഴുവൻ പുതുവങ്ങളായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ പടം വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ വേണ്ടി സിനിമ എടുക്കാൻ കഴിയില്ല. സാറിന് വേഗം സുഖമാകട്ടെ.
നമുക്ക് പതുക്കെ ആലോചിച്ചൊരു തീരുമാനം ആ, ആ, ആ.